പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മുൻ വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന വന്നിരുന്നു, നമ്മെല്ലാം ഞെട്ടിച്ചുകൊണ്ട്. കാരണം ഹാഫിസ് സെയ്ദിനെയും മസൂദ് അസറിനെയും ഇന്ത്യക്ക് കൈമാറാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അപ്പോഴോ നാം കരുതിയിരുന്നു ഇദ്ദേഹത്തിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന്. ഇപ്പോൾ ഏറ്റവും അവസാനം ഹാഫിസ് സെയ്ദിന്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ മുസ്ലിം അല്ലെന്നാണ്. അല്ലെ, പാകിസ്ഥാനിൽ ബിലാവൽ ഭൂട്ടോ ഒരു മുസ്ലിം അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യത്തെ വെടിയാണല്ലോ. ഇനി അടുത്ത വെടി അമ്മയ്ക്ക് കിട്ടിയത് ആ ഒരു ചരിത്രമായിരിക്കും ആവർത്തിക്കപ്പെടുക. അത് നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ കഴിഞ്ഞ ദിവസം അൽ ജസീറ TV ഒരു അഭിമുഖം നൽകിയപ്പോഴാണ് പറഞ്ഞത്, ഈ കൊടും ഭീകരന്മാരായ ലഷ്കർ ഇ തോയ്ബയുടെ തലവൻ ഹാഫിസ് സെയ്ദിനെയും അതുപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിനെയും ഇന്ത്യക്ക് കൈമാറാൻ പാക് സർക്കാർ തീരുമാനിച്ചാൽ ഞങ്ങളത് തടസ്സപ്പെടുത്തത്തില്ല എന്ന് മുൻ വിദേശകാര്യ മന്ത്രി കൂടിയായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാനാണ് അദ്ദേഹം ബിലാവൽ ഭൂട്ടോ ഇത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസിനെ പേടിച്ചായിരിക്കും അത്ര ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യ സഹകരിക്കുകയാണെങ്കിൽ, ചർച്ചയ്ക്ക് തയ്യാറാകുകയാണെങ്കിൽ ഞങ്ങൾ ഭീകരവാദികളെ. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, ഇന്ത്യ കയ്യിലുള്ള തെളിവുകളൊക്കെ കൈമാറണം, എത്രയോ തവണ നമ്മൾ കൊടുത്തതാണ്, ഇന്ത്യ സഹകരിച്ചാൽ ഈ ഹാഫിസ് സെയ്ദ് അവിടെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ വിട്ടു നൽകുന്ന. അതെ അതെ, മസൂദ് അസർ പാകിസ്ഥാനിലില്ല, അയാൾ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലായിരിക്കും, പാകിസ്ഥാനിലില്ല. അപ്പോൾ പാകിസ്ഥാനിലുണ്ടെങ്കിൽ തെളിവുകൾ നൽകിയാൽ ഞങ്ങൾ നടപടി സ്വീകരിക്കാം എന്നൊക്കെയാണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത്. അത് വെറും വ്യാജമാണ്, പൊള്ളത്തരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒസാമ ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്നും പറഞ്ഞ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ മുഴുവനും അരിച്ചു പറക്കി. അയാൾ ഈ എന്താ പറയുക, കോഴി കടന്നിടത്ത് പൂട പോലുമില്ല എന്ന് പറഞ്ഞതുപോലെയായിരുന്നു അവിടുത്തെ അവസ്ഥ. അയാളെ അഫ്ഗാനിസ്ഥാനിൽ നിന്നല്ല കിട്ടിയത്, അയാളെ കിട്ടിയത് എവിടെ, പാകിസ്ഥാനിലെ അബാട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് അയാൾ ഒളിവിൽ താമസിക്കുകയായിരുന്നു. അല്ലേ, അവിടെ ആക്രമിച്ച് അവിടെ കടന്നു കയറിയ അമേരിക്കൻ സൈന്യം അയാളെ തൂക്കിയെടുത്ത് അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ബോഡി കടലിൽ കൊണ്ട് കെട്ടിത്താക്കുകയും ചെയ്തു. അല്ലേ, ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ബിലാവൽ ഭൂട്ടോ പറയുന്നതൊന്നും അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അയാൾ കേവലം രാഷ്ട്രീയമാണെങ്കിൽ കൂടി, അയാൾ പാകിസ്ഥാൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ കൂടി അതിന് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് വലിയൊരു ആഘാതം പാക് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹാഫിസ് സെയ്ദിൻ്റെ മകൻ തൽഹ സെയ്ദ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ തൽഹ സെയ്ദ് ആരാണെന്നും കൂടി അറിയണം. അയാളെ വിവിധ ബോംബ് സ്ഫോടനങ്ങളിലും ഭീകരപ്രവർത്തനങ്ങളിലും പങ്കാളിയായതിന് UN അടക്കം അയാളെ കൊടും ഭീകരനായിട്ട് മുദ്രകുത്തിയിരിക്കും. നാം പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ചാൽ പാകിസ്ഥാനിലെ പട്ടാളത്തിനെതിരായും അതോടൊപ്പം തന്നെ ഭീകരവാദികൾക്ക് എതിരായി പ്രധാനമന്ത്രിയിൽ അവിടുത്തെ ആര് രംഗത്ത് വന്നാലും കൊലപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം ഇദ്ദേഹത്തിന്റെ അമ്മ തന്നെയല്ലേ ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം, ഒരു റാലിയിൽ പങ്കെടുക്കുമ്പോഴാണ് അവർക്ക് നേരെ വെടിയുതിർക്കുന്നത്. അവരെ ഏതാണ്ട് 5 or 6 ബുള്ളറ്റുകൾ അവരുടെ ശരീരത്തിൽ പതിച്ചിരുന്നു. മുൻപും ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പാണോ? തീർച്ചയായിട്ടും അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. കാരണം ഈ ബേനസീർ ഭൂട്ടോയുടെ അച്ഛൻ ഭൂട്ടോയ്ക്ക് എന്താ സംഭവിച്ചത്? ആ ഭൂട്ടോയെ സൈനിക അട്ടിമറിയിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചെടുത്ത സിയാഉൾ ഹക്ക് കുറ്റവിചാരണ നടത്തി തൂക്കിക്കൊല്ലുകയായിരുന്നു പരസ്യമായിട്ട്. അതുപോലെ തന്നെ ഈ സിയാഉൾ ഹക്ക് എങ്ങനെയാണ് മരിച്ചത്? ഒരു വിമാനാപകടത്തിൽ ആകാശത്ത് വെച്ച് വിമാനം തന്നെ കത്തി ഭസ്മമായി പോയി. അങ്ങനെയാണ് സിയാഉൾ ഹക്കിൻ്റെ അന്ത്യം അങ്ങനെയായിരുന്നു. അതാരാണ് ചെയ്തതെന്ന് ഇന്നും ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ഈ സിയാഉൾ ഹക്കാണ് ഈ ഇന്ത്യയിലേക്ക് പരിശീലനം കൊടുത്ത് ഭീകരന്മാരെ ആയുധം ധരിപ്പിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞ് കയറാൻ പ്രേരിപ്പിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തത് സിയാഉൾ ഹക്കാണ്. പാക് സൈന്യമാണ് ഭീകരന്മാരെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് സൂത്രത്തിൽ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അത് സിയാഉൾ ഹക്കിൻ്റെ കാലത്താണ് തുടങ്ങിയത്. ആ സിയാഉൾ ഹക്ക് ആകാശത്ത് വെച്ച് തന്നെ ഭസ്മമായിപ്പോയി. പിന്നീടാണ് ബേനസീർ ഭൂട്ടോ അവിടെ അധികാരത്തിൽ വരുന്നത്. ബേനസീർ ഭൂട്ടോയുടെയും അന്ത്യം ഇതുപോലെ തന്നെയായിരുന്നു, അവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇപ്പോൾ ഇത് അവരുടെ മകൻ, ഈ ബേനസീർ ഭൂട്ടോയ്ക്ക് ശേഷം ഭർത്താവ് സർദാരി അവിടെ പ്രസിഡൻ്റൊക്കെ ആയി. പക്ഷേ സർദാരിക്ക് പാക് രാഷ്ട്രീയത്തിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ മകൻ, സർദാരിയുടെയും ബേനസീർ ഭൂട്ടോയുടെയും മകൻ ബിലാവൽ ഭൂട്ടോ സർദാരിയാണ് ഇപ്പോൾ PPPയുടെ ചെയർമാൻ, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാൻ. ആ ബിലാവൽ ഭൂട്ടോ മുൻ വിദേശകാര്യ മന്ത്രി കൂടെയാണ്.
ആ ബിലാവൽ ഭൂട്ടോയാണ് പാകിസ്ഥാൻ സർക്കാരിനെ, നിലവിലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ആണെങ്കിൽ കൂടി ഇങ്ങനെ പറഞ്ഞത്. ഇത് ഇന്ത്യ സഹകരിച്ചാൽ സർക്കാർ ഇവരെ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ഞങ്ങൾ തടസ്സപ്പെടുത്തത്തില്ല, ഞങ്ങൾ എതിർക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആ പ്രസ്താവന വന്ന് 24 മണിക്കൂർ പോലും കഴിഞ്ഞില്ല. അതിനു മുമ്പേ തൽഹ സയ്യിദ് പറയുകയാണ് ഇവൻ മുസ്ലിം അല്ല. ആരാ? ബിലാവൽ ഭൂട്ടോ മുസ്ലിം അല്ല, നാണക്കേടാണ്, ഇത് പാകിസ്ഥാന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്, എൻ്റെ അച്ഛൻ ആരാണെന്നാണ് ഇവൻ ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇയാൾക്കെതിരെ രംഗത്ത് വന്നത്. ഇങ്ങനെ എൻ്റെ അച്ഛനെ വിട്ടുകൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യാൻ ഇവൻ ആരാണ് എന്നൊക്കെയാണ് തൽഹ സയ്യിദ് ചോദിക്കുന്നത്. ഈ തൽഹ സയ്യിദ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ കുഴപ്പക്കാരനാണ്. ഇന്നിപ്പോൾ ഈ ഹാഫിസ് സയ്യിദ് അവിടെ വീട്ടുതടങ്കലിലാണ് എന്നാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത്. പക്ഷേ തൽഹ സയ്യിദ് പറയുന്നത് എൻ്റെ അച്ഛനെ ആരും തടങ്കലിലൊന്നും ആക്കിയിട്ടില്ല, അങ്ങേരവിടെ സ്വസ്ഥമായിട്ട് കഴിയുന്നുണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന മട്ടിലാണ് ഇയാളുടെ പ്രതികരണം. അതുപോലെ അതായിരിക്കും കൃത്യം. അതെ, അത് സത്യമാണ്, അത് എല്ലാവർക്കും അറിയുന്നതാണ്. അയാൾക്ക് സുരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് സൈന്യം കാവൽ നിൽക്കുന്നതിനെയാണ് ഇവർ വീട്ടുതടങ്കലിലാണെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡൻറ്റും ഒക്കെ പരിപൂർണമായിട്ടും ഈ SPGയുടെയും NSGയുടെയും ഒക്കെ പിന്നെ സുരക്ഷയിലാണ്. അത് വിട്ടിട്ട് അവർക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ പോലും ഈ SPG കമാൻഡോയുടെ അകമ്പടിയുണ്ട്. അതാണ് സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ അവർ വീട്ടുതടങ്കലിലാണെന്ന്? അവർ കഴിക്കുന്ന ആഹാരം SPGയുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ കഴിച്ചു നോക്കി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അത്ര വലിയ സുരക്ഷ അവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമാണ്. അതിനെ നമുക്ക് എങ്ങനെ വീട്ടുതടങ്കലിലെന്ന് പറയാൻ പറ്റും? അതുപോലെ ഈ ഹാഫിസ് സയ്യിദിനെ ഈ ഏതെങ്കിലും ഒരു അജ്ഞാതൻ കടന്നു വന്ന് ഏത് നിമിഷവും കൊല്ലപ്പെടാം. കാരണം അവിടെ ഈ പല ഭീകര സംഘടനകളുടെ പല നേതാക്കളും നമുക്കറിയാം. ഇപ്പോൾ പേരുകളൊന്നും എണ്ണി പറയാൻ നിൽക്കുന്നില്ല ഞാൻ, അതിനുള്ള സമയമില്ല. എത്രയോ പേര് ഈ അജ്ഞാതൻ്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടു കഴിഞ്ഞു. കണ്ണടച്ച് തുറക്കും മുമ്പേ ആളിങ്ങോട്ട് വരുന്നു, 4 വെടി അങ്ങ് ഉതിർക്കുന്നു, ആളെ കൊല്ലുന്നു. അതുപോലെ ഈ നിന്ന നിൽപ്പിൽ മാഞ്ഞു പോകുന്നത് പോലെ അങ്ങ് പോകുന്നു. മിന്നലടിക്കുന്ന പോലെയാണ്. മിന്നൽ വരുന്നതും പോകുന്നതും ആരും കാണുന്നില്ല. ആ മിന്നലൊന്ന് പ്രകാശിക്കുന്നത് മാത്രമേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അതുപോലെയാണ് ഈ അജ്ഞാതൻ്റെ കാര്യവും. അജ്ഞാതൻ വരുന്നു, കാര്യം കഴിക്കുന്നു, സ്ഥലം വിടുന്നു. അങ്ങനെ ഹാഫിസ് സയ്യിദിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് വലിയ സുരക്ഷ ഏർപ്പെടുത്തി. കാരണം ഇയാൾ ഈ പറയുന്നത് പോലെ ഇന്ത്യ വിരോധം കുത്തിവെച്ച് കുറേ അനുയായികളെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവന്മാരെല്ലാം കൂടെ നാളെ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തെരുവിലേക്ക് ഇറങ്ങും, പാകിസ്ഥാൻ കത്തിക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾക്ക് വലിയ സുരക്ഷ കൊടുക്കുന്നത്. മാത്രമല്ല ഇയാൾ വലിയ നേതാവാണ് അവിടുത്തെ. അപ്പോൾ മറ്റൊരാൾ മസൂദ് അസറാണ്. ഈ മസൂദ് അസർ പാകിസ്ഥാനിലില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒസാമ ബിൻ ലാദൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ പാകിസ്ഥാൻ അങ്ങനെ പലതും പറയും. കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അതുപോലൊരു ആർമിയാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം ഈ അസിം മുനീറൊക്കെ എത്രമാത്രം മോശമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ പല ഉദാഹരണങ്ങളുണ്ട്. അതിന് പല ആവർത്തി അത് തെളിയിച്ചതുമാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് തന്നെ എത്ര ആത്മാർത്ഥമായിട്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിനകത്തൊന്നും ഈ ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ വെറും രാഷ്ട്രീയ നാടകമാണ്. അവിടുത്തെ ജനങ്ങളെ ഈ പറയുന്നത് പോലെ തമ്മിലടിപ്പിക്കാനും അതിൽ നിന്ന് മുതലെടുക്കാനും വേണ്ടിയിട്ട് അത് നവാസ് ഷെരീഫ് ആയാലും ഇമ്രാൻഖാൻ ആയാലും ബിലാവൽ ഭൂട്ടോ ആയാലും ഒക്കെ കണക്കാണ്. അവർ ഈ പറയുന്നത് പോലെ അവിടുത്തെ ഈ ഭീകര സംഘടനകളുടെ നേതാക്കളുമായിട്ട് ഇവർക്കെല്ലാം രഹസ്യ ബന്ധമുണ്ട്. അവരുടെ എല്ലാം വോട്ട് വാങ്ങിയാണ് ഇവർ ജയിക്കുന്നത്. അവരുടെ കയ്യിലൊരു വോട്ട് ബാങ്ക് കാണും. അവരുടെ കയ്യിൽ അവരുടേതായ ഒരു ഗ്രൂപ്പുകളുണ്ട്. ആയുധധാരികളായ ഒരു ഗ്രൂപ്പ് എപ്പോഴും അവരുടെ കയ്യിലുണ്ട്. അത് ഈ പക്തൂൺ മേഖലയിലൊക്കെ വളരെ ശക്തമാണ്. അവിടെയൊക്കെ ഭരിക്കുന്നത് അത്തരത്തിലുള്ള ലോക്കൽ ഗുണ്ടകളാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ നമ്മളെ UP-യിൽ വളരെ പ്രസിദ്ധമായൊരു കൊള്ള നടക്കുന്ന സ്ഥലമുണ്ട്, ചമ്പൽ കൊള്ളക്കാർ. ആ ചമ്പൽ കൊള്ളക്കാർ എങ്ങനെയാണോ ഗ്രാമങ്ങൾ ഭരിച്ചിരുന്നത് അതുപോലെ ഈ പ്രാദേശികമായിട്ട് ഗ്രാമങ്ങൾ ഭരിക്കുന്ന ഇത്തരം ആയുധധാരികളായ സംഘങ്ങളുണ്ട് പാകിസ്ഥാനിൽ. അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഭീകരന്മാരാണ്. അതുകൊണ്ട് ഇവരെ ഒന്നും അങ്ങനെ കൂടുതൽ ഇണക്കാനോ ഒന്നും ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് പറ്റില്ല. ഇത് ഇണങ്ങിയാലും പിണങ്ങിയാലും അപകടമാണ്. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ, ഒരു അകലത്തിൽ നിർത്തി അവരെടുത്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് പോകാനേ സാധിക്കുകയുള്ളൂ. ബിലാവൽ ഭൂട്ടോയ്ക്കും ഇപ്പോൾ മറ്റെന്തോ ചില കാര്യസാധ്യം ഉദ്ദേശിച്ചാണ് ഇതൊക്കെ പറയുന്നത്. ഒന്നുകിൽ ഷഹബാസ് ഷെരീഫിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ചർച്ചയാവും. അപ്പോൾ നാളെ ഇന്ത്യ ആവശ്യപ്പെടുക, നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, മുൻ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരെ വിട്ടുതരാൻ സർക്കാർ തയ്യാറാണെങ്കിൽ അവർ എതിർക്കില്ല എന്ന്.
അപ്പോൾ പാകിസ്ഥാൻ സർക്കാരിനെ സംബന്ധിച്ച് എന്ത് മറുപടി പറയും? മറ്റേത് പറയാം, പ്രതിപക്ഷം എതിർക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ന്യായം പറയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ആ ന്യായം പറയാൻ സാധിക്കാത്ത വണ്ണത്തിലുള്ളൊരു കുരുക്കുണ്ടാക്കി വെച്ചു. ഇതൊക്കെയാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ ഈ പറയുന്നത് പോലെ തൽഹ സയ്യിദിനെ പോലെയുള്ള ആൾക്കാർ, ഈ അവർ കൊടും ഭീകരനാണ് അയാളും. ഈ അച്ഛനെ പോലെ തന്നെ മകനും കൊടും ഭീകരനാണ്. UN പ്രഖ്യാപിച്ച ഭീകരവിരുദ്ധ പട്ടികയിൽ പേരുള്ള ഒരാളാണ് ഈ തൽഹ സയ്യിദ്. അതുകൊണ്ട് ഈ തൽഹ സയ്യിദ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ബിലാവൽ ഭൂട്ടോയെ സംബന്ധിച്ചൊരു ഭീഷണിയാണ്. എപ്പോൾ വേണമെങ്കിലും ബിലാവൽ ഭൂട്ടോയുടെ ജീവനും അപകടത്തിൽപ്പെടാം. അതാണ് തൽഹ സയ്യിദ് നൽകുന്ന സന്ദേശം.